നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 2 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകേണ്ട ദിനമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതും ധനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നതും ഭവിഷ്യത്തുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിനമാണ്. സാമ്പത്തിക മേഖലയിൽ മുന്നേറ്റവും സന്തോഷ വാർത്തകളും ലഭിക്കാൻ സാധ്യത കാണുന്നു. ലക്ഷ്യമിട്ട കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ രംഗത്ത് മികച്ച അംഗീകാരവും ഉയർന്ന സ്ഥാനമാനങ്ങളും തേടിയെത്തും. പൊതുപ്രവർത്തകർക്ക് മുതിർന്ന വ്യക്തികളുടെ പിന്തുണ ലഭിക്കും. ആരോഗ്യസ്ഥിതിയിൽ മികച്ച പുരോഗതി ദൃശ്യമാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പഠനകാര്യങ്ങളിൽ പുതിയ അറിവുകൾ സ്വായത്തമാക്കാൻ അവസരമൊരുങ്ങും. ദൂരയാത്രകളിൽ ആവശ്യമായ കരുതലുകൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. മുതിർന്ന വ്യക്തികളുടെ ഉപദേശങ്ങൾ പ്രയോജനപ്പെടും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കാര്യനിർവഹണത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ പുലർത്തുക. ഭക്ഷണക്രമത്തിലും ശുചിത്വത്തിലും പ്രത്യേകം പരിഗണന നൽകുന്നത് ആരോഗ്യത്തിന് ഉത്തമമായിരിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും. കൂട്ടായ പ്രവർത്തനങ്ങൾ വലിയ വിജയം സമ്മാനിക്കും. വ്യക്തിബന്ധങ്ങളിലും പ്രൊഫഷണൽ രംഗത്തും മികച്ച അന്തരീക്ഷം നിലനിൽക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യനില മെച്ചപ്പെട്ട അവസ്ഥയിൽ തുടരും. എതിർപ്പുകളെ അതിജീവിച്ച് കാര്യവിജയം നേടും. സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പ്രത്യേക പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കും. ചുമതലകൾ കാരണം താൽക്കാലികമായി യാത്രകൾ വേണ്ടി വന്നേക്കാം. ആത്മവിശ്വാസം നിലനിർത്താൻ ശ്രദ്ധിക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. നിരന്തര ജോലി തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് ആത്മപരിശോധന നടത്താൻ മനസ്സ് ആഗ്രഹിക്കും. ശാന്തമായ വിശ്രമവും ചിട്ടയായ പ്ലാനിങ്ങും ഭാവി പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നിർണായക പിന്തുണ ലഭിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളും വഴിപാടുകളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ആത്മസംതൃപ്തി നൽകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ധനകാര്യ മേഖലയിൽ മികച്ച പുരോഗതി പ്രകടമാകും. സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കുന്നത് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കും. കുടുംബപരമായ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂല സമയമാണ്. പൊതുസമൂഹത്തിൽ സ്വാധീനവും വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരവും ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212. 2026 ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തീരുമാനങ്ങളിൽ പ്രായോഗിക കാഴ്ചപ്പാട് പുലർത്തുന്നത് വിജയത്തിലേക്ക് നയിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കരുതലും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുന്നത് ആശ്വാസം നൽകും. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ശ്രദ്ധിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. ബന്ധുജനങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാമ്പത്തിക ഉന്നതിക്കും അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പുതിയ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ പൂർത്തിയാക്കാൻ സാധിക്കും. പ്രൊഫഷണൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നേട്ടങ്ങൾ നൽകും. ഭവനത്തിലേക്ക് അലങ്കാര വസ്തുക്കളും പുതിയ സാധനങ്ങളും എത്തും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഔദ്യോഗിക കാര്യങ്ങളിലും രേഖകളിലും സൂക്ഷ്മത പുലർത്തുന്നത് ഗുണം ചെയ്യും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി കാര്യങ്ങളിൽ ഏകാഗ്രത നിലനിർത്തുക. ഈശ്വര പ്രാർത്ഥനകളോടെ ആരംഭിക്കുന്നത് കാര്യവിജയം പ്രദാനം ചെയ്യും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സൗമ്യമായ ഇടപെടലുകളിലൂടെ അന്തരീക്ഷം അനുകൂലമാക്കാം. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും സംസാരിക്കുമ്പോൾ സമചിത്തത പാലിക്കുക. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുന്നത് മനഃശാന്തി നൽകുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പുതിയ കരാറുകളിലും ധാരണകളിലും ഒപ്പുവെക്കാൻ അനുയോജ്യമായ സമയമാണ്.
സാഹിത്യ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. വ്യക്തിപരമായ പുരോഗതി ദൃശ്യമാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ദൈനംദിന ചുമതലകൾ തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കും. കർമ്മരംഗത്തെ പ്രയാസങ്ങളെ വിജയകരമായി മറികടക്കും. ബിസിനസ്സിൽ പുതിയ നിക്ഷേപകരെ കണ്ടെത്താനും ദാമ്പത്യത്തിൽ സ്നേഹവും വിശ്വാസവും വളരാനും വഴിയൊരുങ്ങും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും സമയവും നൽകേണ്ടി വരും. യാത്രകൾക്ക് സാധ്യത കാണുന്നു. വസ്തുവിൽപ്പനയുമായോ വീടുമായോ ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾക്ക് ഇത് വളരെ അനുയോജ്യമായ സമയമാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ധനകാര്യ മാനേജ്മെന്റിൽ കൃത്യത പാലിക്കേണ്ടതുണ്ട്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും. കൃത്യമായ ആസൂത്രണം വലിയ നേട്ടങ്ങൾ നൽകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മനസ്സിൽ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ദീർഘദൂര യാത്രകൾക്കും പുതിയ പദ്ധതികളുടെ തുടക്കത്തിനും സാധ്യതയുണ്ട്. ആന്തരിക സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്ന ദിവസമാണ്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക നേട്ടങ്ങൾക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും അനുയോജ്യമായ സമയമാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വൈകാരികത ഒഴിവാക്കി ചിന്തിക്കുന്നത് അനാവശ്യ ചെലവുകൾ തടയാൻ സഹായിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആത്മവിശ്വാസം ഉയർന്നു നിൽക്കും. ഉപഹാരങ്ങളോ സന്തോഷകരമായ അനുഭവങ്ങളോ ലഭിക്കും. ആരോഗ്യപരമായ പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനും കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.